സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ MDMA വേട്ട. കോഴിക്കോട് താമരശ്ശേരിയിൽ 73.3 ഗ്രാം MDMAയുമായി 3 പേർ പിടിയിലായി. ബാലുശ്ശേരി സ്വദേശികളായ അമർ ജിഹാദ്, റഹ്നസ്, മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് പിടിയിലായത്. മലപ്പുറത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയുമായി നിലമ്പൂർ സ്വദേശി വിഷ്ണു വി സുഭാഷും പിടിയിലായിട്ടുണ്ട്. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്നും ഒപ്പം മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാലും തത്സമയം ചേരുന്നു. ആദ്യം കോഴിക്കോടേക്ക് അജി, അവിടെ MDMA വേട്ട കഴിഞ്ഞ കുറെ നാളുകളായി ആ ഡ്രൈവ് ആ രീതിയിൽ തന്നെ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ പിടിയിലായവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതിനു മുമ്പും ലഹരിക്കടത്ത് നടത്തിയ സംഘമാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? പ്രജിൻ, അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് വിവിധ ഭാഗങ്ങളിലൊക്കെ ഈ MDMA കടത്തുന്ന സംഘങ്ങൾ സജീവമാണ്. അതിലെ കാരിയേഴ്സ് വളരെ സജീവമാണ് എന്ന് നേരത്തെ എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ കോഡും ഒപ്പം തന്നെ എക്സൈസും സംയുക്തമായ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഈ MDMAയുമായി പൾസർ ബൈക്കിലെത്തിയ 3 പേർ പിടിയിലാകുന്നത്. 3 പേരും ബാലുശ്ശേരി സ്വദേശികളാണ്. ഈ 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 73.3 ഗ്രാം MDMA ആണ് ഇന്ന് താമരശ്ശേരി അടിവാരത്ത് വെച്ച് പുലർച്ചെ പോലീസ് പിടികൂടിയത്. ഒപ്പം തന്നെ ക്രൈം സ്ക്വാഡും ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമർ ജിഹാദ്, ഒപ്പം തന്നെ ബാലുശ്ശേരി കിനാലൂർ സ്വദേശി റഹ്നസ്, ബാലുശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച പൾസർ ബൈക്കും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും ഒപ്പം തന്നെ കോഴിക്കോട് നിന്നും താമരശ്ശേരിയിലേക്ക് പോകുന്ന പ്രധാന പാതകളിലൊക്കെ തന്നെയും ഈ MDMA വിൽപ്പന കേന്ദ്രങ്ങൾ പലയിടത്തും പോലീസ് എക്സൈസും ഒക്കെ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ശക്തമായ പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നത്. അതിനിടയിലാണ് ഈ 3 സംഘം പോലീസിന്റെ പിടിയിലാകുന്നത്. പ്രജിൻ, അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മലപ്പുറത്തേക്കാണ്. അവിടെ ഗോകുൽ കെ വേണുഗോപാലുണ്ട്. ഗോകുൽ, നിലമ്പൂരിലാണ് ഈ വിഷ്ണു വി സുഭാഷ് എന്നയാൾ പിടിയിലായത്. ഈ MDMA കൈവശം വെച്ചു എന്നുള്ളതല്ല, വിൽപ്പനയ്ക്കായി എത്തിച്ചു എന്ന കാര്യം അത് സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എക്സൈസ് ആണ് വിഷ്ണു വി സുഭാഷിനെ ഇന്നലെ രാത്രി പിടികൂടുന്നത്. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂർ പാത്തിപ്പാറ കരുവാങ്കുഴി വെച്ചിട്ട് നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള വിഷ്ണു വി സുഭാഷ് പിടിയിലാവുന്നത്. ഇയാളിൽ നിന്ന് 2.375 ഗ്രാം MDMA ആണ് പിടികൂടിയിട്ടുള്ളത്. ഇയാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് കൈവശം വെച്ചത് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. 3 പാക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA. അത് വിൽപ്പനയ്ക്കായിട്ടായിരുന്നു അദ്ദേഹം കൈവശം വെച്ചത് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇയാളെ, ഈ വിഷ്ണു വി സുഭാഷിനെ തിരഞ്ഞെത്തുന്ന സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന ഈ 3 പാക്കറ്റ് MDMA ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തിരുന്നു എന്ന് എക്സൈസുകാർ പറയുന്നു. നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെ ഓടിച്ചിട്ടാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രജിൻ, ശരി. മലപ്പുറത്തു നിന്നും ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.